കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്നൊരു വ്യക്തി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും എല്ലായിലുണ്ട്. സ്വന്തം ഭാര്യനെ വെച്ച് റീച്ചുണ്ടാക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും ഇസ്ലാമിക നിയമത്തെ അദ്ദേഹം തീരെ വിലമതിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അയാൾക്ക് വേണ്ടത് പണമാണ്, റീച്ച് ഉണ്ടാക്കൽ മാത്രമാണ്. അതുകൊണ്ടുള്ള സ്വന്തം ഭാര്യനെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ച് കാശുണ്ടാക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സാരി ചുറ്റിട്ടൊരു പെൺകോലം കെട്ടിക്കൊണ്ടൊരു കാട്ടിക്കൂട്ടൽ, അതിനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ആളുകൾ. ഈ ഇടുന്നവരവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. ഞാൻ എന്തായിരിക്കും അവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിലെ അവസ്ഥ. അതിൽ മുസ്ലിങ്ങൾ കുറേ ഉണ്ട്. ആ മുസ്ലിം സുഹൃത്തുക്കളെ കുറിച്ചിടത്തോളം പിന്നെ പറയേണ്ടതില്ല, ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ആണ് പെൺവേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചതാണ്. ഇതിപ്പോൾ അദ്ദേഹത്തോടല്ല പറയണത്, മറ്റുള്ളവരോട് പറയണം. അദ്ദേഹത്തിന് പിന്നെ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളൊന്നും അദ്ദേഹം പാലിക്കാത്ത വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം അതൊന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ മറ്റുള്ളവരോട് പറയാണ്, ആണ് പെൺവേഷം കെട്ടുക, പെണ്ണാണ് വേഷം കെട്ടുക, ഇതൊക്കെ ലഅന അല്ലാഹു തആല ശപിച്ചിട്ടുണ്ടെന്ന് ഹബീബായ റസൂൽ. ഉസ്താദിന് കുഞ്ഞാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുക. അല്ലാതെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറയുന്നതും കുഞ്ഞാൻ ചെയ്തതും ഉസ്താദ് ചെയ്തതും ഒരുപോലല്ലേ ഉസ്താദേ? ഉസ്താദും ഈ വീഡിയോ ചെയ്തത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഉസ്താദേ? ഒരാളെ വിമർശിക്കാം, അത് ആളെയും നേരിട്ട് കണ്ടിട്ട്, അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിചാരണ നടത്തുവാൻ ഉസ്താദിന് ആരാ അധികാരം തന്നത്? ഉസ്താദേ, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ഭാര്യയെ ഒരുമിച്ച് കൂട്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺവേഷം കെട്ടുന്നുണ്ട്. ഉസ്താദ് എന്തിനാണ് ഒരാളെ പേര് മാത്രം എടുത്തിട്ട് അയാളെയും അയാളെ ഭാര്യയെയും അയാളോട് മാത്രമായി എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ ഉസ്താദേ? കുഞ്ഞാൻ മാത്രമല്ല, കുറേ ആളുകൾ ഉണ്ടല്ലോ, അത് അയാളുടെ ഇഷ്ടമല്ലേ ഉസ്താദേ? അവരുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതിൽ കുഞ്ഞാൻ ഒരു കേസ് കൊടുത്താൽ ഉസ്താദ് പറഞ്ഞത് ശരിയല്ല. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പം ഞാനിവിടെ ഉണ്ട്, നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.